ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 3:5 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, യഹോവ എന്നെ താങ്ങിയത് കൊണ്ടാണ് ഞാൻ ഉണർന്നിരിക്കുന്നതെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മളും ഉണർന്നിരിക്കുവാൻ കാരണമായത് ദൈവത്തിന്റെ ദയയല്ലേ? ദൈവത്തിന് നമ്മളോട് തോന്നിയ കരുണയല്ലേ? അതല്ലാതെ നമ്മൾക്ക് സ്വന്തമായി എന്തിനാൽ പ്രശംസിക്കാനുള്ളൂ? ഒന്നിനാലും പ്രശംസിക്കുവാനില്ല. നമ്മുടെ സൽപ്രവൃത്തിയാണോ? നമ്മുടെ ആരോഗ്യമാണോ അതിന് കാരണമായത്? നമ്മുടെ സമ്പത്താണോ? അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാരണമാണോ അതിനിടയായത്? ഒരിക്കലുമല്ല. ദൈവത്തിന് നമ്മളോട് തോന്നിയ ദയ, അവന്റെ ദയയ്ക്കായിട്ട് നന്ദി പറഞ്ഞാട്ടെ. നന്ദി പറയുന്നതിൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു പിശുക്കും കാണിക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ ആ കിടക്ക വിട്ട് പുറത്തു വരുന്നതിന് മുമ്പേ, കിടക്ക് വിട്ട് നിങ്ങളുടെ കാലുകൾ ആ തറയിൽ കുത്തുന്നതിന് മുമ്പേ നന്ദി പറഞ്ഞോണം. തന്ന ഉറക്കത്തിനായിട്ട് നന്ദി പറഞ്ഞോണം. തന്ന പ്രഭാതത്തിനായിട്ട് നന്ദി പറഞ്ഞോണം. ദൈവത്തിന് ഇഷ്ടമാണ് നന്ദി പറയുക എന്നുള്ളത്. കർത്താവിന്റെ വചനം പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, എപ്പോഴും സന്തോഷിക്കുക. ഇതല്ലയോ ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം? അതെ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തെ പഴിചാരാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നന്ദി പറയുന്നവർ ഇന്ന് പകലിൽ വിജയിച്ചിരിക്കും. അതെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. നന്ദി പറയുന്നതിൽ അതുകൊണ്ട് ഒരു പിശുക്കും കാണിക്കരുത്. എന്റെ യേശുപ്പൻ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായതിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ. അവൻ നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പ്രഭാതം കാണുവാൻ ഇടയാക്കിയതിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ. അതെ, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അനുഗ്രഹത്തിനും എന്റെ അനുഗ്രഹത്തിനും നമ്മുടെ വിടുതലിനും നമ്മുടെ സൗഖ്യത്തിനും വേണ്ടിയിട്ട് ആണ് കർത്താവ് ക്രൂശിൽ യാഗമായത്. നന്ദി പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. നന്ദി പറഞ്ഞ് ഇന്ന് ഈ പ്രഭാതത്തെ, ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഇന്ന് ഈ പ്രഭാതത്തെ സ്വാഗതം ചെയ്താട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കും. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് നന്ദി പറഞ്ഞ് ഈ ദിവസം ഞങ്ങൾ തുടങ്ങുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഞങ്ങളുടെ പടകിലുള്ളത് കൊണ്ട് ഞങ്ങൾ പൂർണ്ണ ജയാളികളായി തന്നെ ഇന്നത്തെ ദിവസവും തുടരുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളെ കാട്ടി കഴിവുള്ളവർ, ആരോഗ്യമുള്ളവർ ഒക്കെ ഈ പ്രഭാതം കാണുവാൻ ഇരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് തന്ന ആയുഷ്യനായിട്ട്, ആരോഗ്യത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഒരിക്കൽ കൂടി ഞാൻ സകലത്തിനായിട്ട് നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയായിട്ട് നന്ദി. സകലമാനവുമൊത്തും കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ചെയ്യും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.